പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ നാളെയിൽ നാളെ 1199 കർക്കിടക മാസം 29-ാം തീയതി, അതായത് 2024 ഓഗസ്റ്റ് മാസം 13-ാം തീയതി കുജവാരം ചൊവ്വാഴ്ചയാണ്. നാളെ തൃശ്ശൂരിലെ സൂര്യോദയം കാലത്ത് 6:18-നും അസ്തമയം വൈകിട്ട് 6:40-നുമാകുന്നു. നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം വൈകിട്ട് 3 മണി മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു. ഉദയത്തിലെ ചെറിയ വേരിയേഷൻ കാരണം നിങ്ങൾക്ക് രാഹുകാലം 3:18 മുതൽ 4:48 വരെയുള്ള സമയമായി ക്രമീകരിക്കാവുന്നതാണ്. നാളത്തെ നക്ഷത്രം വിശാഖ നക്ഷത്രമാകുന്നു 10:44 വരെ. 10:45 മുതൽ അതിശക്തമായ അരിട നക്ഷത്രമാകുന്നു. അതിനാൽ നാളെ ശുഭകാര്യങ്ങൾക്കൊക്കെ ചൊവ്വാഴ്ചയാണെങ്കിലും ഭൂമി സംബന്ധിച്ച വിഷയത്തിലായാലും അല്ലെങ്കിൽ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെയാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനും യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുവാനും അനിഴ നക്ഷത്രം പ്രയാണ വളരെ ഗുണമാകുന്നു. ചൊവ്വാഴ്ചയാണ് എന്നൊരു ഭയം പലർക്കും കാണാവുന്നതാണ്. മംഗളഹ എന്നാണ് ചൊവ്വയ്ക്ക് സംസ്കൃതത്തിൽ നാമം പറഞ്ഞിരിക്കുന്നത്. മംഗളങ്ങൾ ചെയ്യുന്ന ഗ്രഹമെന്ന പേര് ചൊവ്വയ്ക്കുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ചൊവ്വയെ വിശ്വസിക്കാം. ഞാൻ എൻ്റെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചൊവ്വാഴ്ചകളിലാണ്. എൻ്റെ ന്യൂമറോളജിക്കൽ നമ്പർ 9 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 18 ആകുന്നു. 9 ചൊവ്വയാണ്. എനിക്ക് പലപ്പോഴും വളരെയധികം ശക്തി പ്രദാനം ചെയ്യുന്നു. ഈ ചൊവ്വയുടെ 9 എന്ന ആ എൻ്റെ ലക്കി നമ്പറും അതേ രീതിയിൽ ആ ചൊവ്വയുടെ സാന്നിധ്യവും ഞാൻ പലപ്പോഴും നിങ്ങളുമായുള്ള ചർച്ചയിൽ സുഗന്ധ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് എൻ്റെ ലക്കി നമ്പർ 9 ആയതുകൊണ്ടാണ്. അതേ രീതിയിൽ ചൈനീസ് ഫെങ്ഷുയിലെ ഫിനിക്സ് വളരെയധികം സപ്പോർട്ട് ചെയ്യും 9 ന്യൂമറോളജിക്കൽ ഉള്ളവരെ. നാളെ 10 മണി വരെ അഷ്ടമി തിഥിയാകുന്നു. അത് കഴിഞ്ഞ് വരുന്ന തിഥി നവമി തിഥിയാകുന്നു. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചു കഴിഞ്ഞു, ധനപരമായ വിഷയത്തിൽ നവമി രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല. അതിനാൽ നാളെ സാമ്പത്തികമായ വിഷയത്തിൽ ഈ ചൊവ്വാഴ്ച നിങ്ങൾ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് അത്ര ശുഭമല്ല. സ്വതവേ വാങ്ങലും കൊടുക്കലുമൊന്നും നാം ചൊവ്വാഴ്ച ചെയ്യാറില്ല. മറ്റ് പല ബ്രോക്കർഷിപ്പുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ഊഹക്കച്ചവടം, ഭൂമിക്കച്ചവടം, ഇതിനൊക്കെ അല്ലെങ്കിൽ ചില മരക്കച്ചവടം, ഇതൊക്കെ പോയി കാണുവാനും ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുവാനും ഈ ചൊവ്വ നിങ്ങളെ സഹായിക്കുന്നതാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു യാത്രയോ അനുകൂലമായ സമയമോ മുഹൂർത്തമോ വേണമെങ്കിൽ നാളെ 12:45 മുതൽ 1:45 വരെയുള്ള വ്യാഴകാലഹോരാ സമയം അനുയോജ്യമായി സ്വീകരിക്കാവുന്നതാണ്. വൃശ്ചികം രാശിയുമാണ്. നാളത്തെ പ്രധാന പ്രാർത്ഥന കാലത്ത് നിങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോകാം. 10 മണി വരെ വിശാഖ നക്ഷത്രമാകുന്നു. തുളസിമാല, പാൽപ്പായസം അല്ലെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. വൈകിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതാണ്. അനിഴം നക്ഷത്രം വൃശ്ചികൻ രാശിയാണ്. അനിഴം ശനീശ്വരൻ്റെ നക്ഷത്രവുമാകുന്നു. പലപ്പോഴും ശനിക്ക് നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളിതിരിയൊക്കെ നാം സമർപ്പിക്കാറുള്ളത് കാലത്താണ്. വൈകിട്ട് നിങ്ങൾക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംബായസം വഴിപാടുകളൊക്കെ ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ സന്ധ്യാസമയത്ത് ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമഃ എന്ന പ്രാർത്ഥന നിങ്ങൾക്കൊരു ഉത്തേജന മരുന്നായി ഭവിക്കുന്നതാണ്. അതിനാൽ നന്നായി ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുക. എല്ലാ വിഷയങ്ങളും ഭദ്രകാളി അമ്മയിലേക്ക് സമർപ്പിക്കുക. ആപതി കിങ്കരണീയം ചരണീയം സ്മരണയുകളും അമ്പായാഹ. ആപത്ത് വരുമ്പോൾ അമ്മയുടെ പാദങ്ങളിൽ വീഴുക. ആ സ്മരണ ബ്രഹ്മാദീനബി കിങ്കരീകരോധി. ബ്രഹ്മാവിനെയും നമ്മുടെ അടിമയാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അത്രക്കും ശക്തമാണ് ദേവിയുടെ സാന്നിധ്യം. അതുകൊണ്ടാണ് സൗന്ദര്യ ലഹരിയിൽ ശങ്കരാചാര്യർ ആദ്യത്തെ ശ്ലോകം തന്നെ ദേവിയെപ്പറ്റിയാണ് എഴുതിയിട്ടുള്ളത്. ശിവശക്തിയുക്തോ യതി ഭവതി എന്ന ആ പ്രാർത്ഥന നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.